അല്ല, തിരുമേനിക്ക് ഇന്ന് മാളുവിന്റെ പിറന്നാളാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇന്നത്തെ ദിവസം രാവിലെ മുതൽ സർപ്രൈസ് ആണല്ലോ. തിരുമേനിയോട് ഞാൻ അങ്ങനെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു പ്രത്യേകം പൂജ വേണമെന്ന്. എങ്ങോട്ട് ഞാൻ എന്താ പറയേണ്ടത്? എന്തു പറഞ്ഞാലും അത് ഗംഗയെ പുകഴ്ത്തുന്ന പോലെയാവും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക്സ്. താങ്ക്സ് ലോട്ട്. അയ്യോ, എന്തിനാ മഹിയായിട്ട് താങ്ക്സ് ഒക്കെ? ഇതൊക്കെ എന്റെ കടമയല്ലേ? അല്ലേലും പൊരിയല്ലേ. നിങ്ങൾക്കൊരു സത്യം അറിയോ? അതെന്താ ഞങ്ങൾക്കറിയാത്ത ആ സത്യം? ഞാൻ പ്രാർത്ഥിച്ചിട്ടാ ഗംഗ എനിക്ക് അമ്മയെ കിട്ടിയത്. ഞാൻ ശ്രീ മഹേശ്വരനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗംഗ എനിക്ക് അമ്മയെ തരണേന്ന്. എനിക്കറിയായിരുന്നു എന്നെ അച്ഛനെ ഗംഗ നന്നായി നോക്കുന്ന്. അതുകൊണ്ടാ ഞാൻ ഗംഗയെ തന്നെ അമ്മയെ വേണമെന്ന് പ്രാർത്ഥിച്ചത്. അതെനിക്കറിയാലോ, മാളു പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രാ നമ്മളിപ്പോ ഒരുമിച്ച് ജീവിക്കുന്നതെന്ന്. അച്ഛാ, ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ? ആ, എൻ്റെ മാളുട്ടിക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടത്? എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. വിതിൻ സെക്കൻഡ്സ് അച്ഛൻ മാളുവിന് വാങ്ങിത്തരും. ഓക്കെ, ഇനി ഗംഗ എനിക്ക് എന്താ തരാ? മാളുവിന് ഞാനൊരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ മാളു എന്താവശ്യപ്പെട്ടാലും ഞാനത് ചെയ്തുതരും. പോരെ? ഞാൻ പറയട്ടെ? പറയേ. ആ, എന്താ ഗംഗ, ഇവളെന്താ പറഞ്ഞേ? അത് കേട്ടപ്പോ നിനക്കൊരു നാണവും ചുമലും ഒക്കെ. അത് ഞാൻ പിന്നെ പറയാം മഹേട്ടാ. എന്താ ഇത്ര സസ്പെൻസ്? പറയേ. അത് മാളു ഒറ്റയ്ക്കിരുന്ന് മടുത്തോന്ന്. കൂട്ടിന് ആരും ഇല്ലാന്ന്. കൂട്ടിന് നമ്മളൊക്കെ ഇല്ലേ? അതല്ല, പിന്നെ മാളുവിന് ഒരു അനിയൻകുട്ടനോ അനിയത്തിക്കുട്ടിയോ വേണമെന്ന്.